മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിന്റെ ദൃശ്യം 3. ഹിന്ദിയിലും തെലുങ്കിലും കൊറിയൻ, ചൈനീസ് ഭാഷകളിലും ഉൾപ്പെടെ റീമേക്ക് ചെയ്യപ്പെട്ടുള്ള ഫ്രാഞ്ചൈസിയിലെ മൂന്നാം ചിത്രം എന്ന് ആരംഭിക്കുമെന്ന കാത്തിരിപ്പിലാണ് ആരാധകർ എല്ലാവരും. ഇപ്പോഴിതാ മൂന്നാം ഭാഗത്തെക്കുറിച്ച് സംവിധായകൻ ജിത്തു ജോസഫ് തന്നെ സൂചന നൽകിയെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ജിത്തു ജോസഫ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ പങ്കുവച്ച ഒരു ചിത്രമാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത്. ഒരു കോഫി കപ്പിനൊപ്പം തിരക്കഥയുടെ പേപ്പറിന്റെ ചെറിയൊരു ഭാഗം ഉൾപ്പെടുത്തിയിരുന്ന ഒരു ചിത്രമാണ് ജിത്തു ജോസഫ് പങ്കുവച്ചത്. പാതി കട്ടായി പോയ തരത്തിൽ പേപ്പറിൽ സീൻ 22 ഫോർ ജോർജ് കുട്ടിയുടെ നെസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നതും കാണാം. എന്നാൽ സംവിധായകൻ ഇത് പിന്നീട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഇതോടെ മലയാളം ദൃശ്യം 3യുടെ പകർപ്പുകൾ ചിത്രം ചർച്ചകളിൽ വീണ്ടും സജീവമായിരിക്കുകയാണ്. ദൃശ്യം 3യുടെ ഹിന്ദി പതിപ്പിന്റെ ഷൂട്ടിംഗ് ആദ്യം തുടങ്ങുമെന്ന വാർത്തകൾ വന്നിരുന്നു. ഹിന്ദി പതിപ്പിന്റെ ചിത്രീകരണം ഈ വർഷം ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്ന് നേരത്തെ പിങ്ക് ബില്ല റിപ്പോർട്ട് ചെയ്തിരുന്നു. അജയ് ദേവൻ ഇപ്പോൾ ദേ ദേ പ്യാർ ദേ ടു, ദമാൻ ഫോർ റേഞ്ചർ എന്നീ സിനിമകളുടെ പണിപ്പുരയിലാണ്. ഈ സിനിമകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ദൃശ്യം 3 ആരംഭിക്കുക എന്നായിരുന്നു റിപ്പോർട്ട്. ദൃശ്യം 3 ഉറപ്പായും വരും. അണിയറയിൽ സിനിമയുടെ പുരോഗമിക്കുകയാണ്. സ്ക്രിപ്റ്റ് ഏറെക്കുറെ റെഡിയാണ്, ഫൈനലായിട്ടില്ല എന്ന് ജിത്തുവായി ആണ് ബാക്കി കാര്യങ്ങൾ പറയേണ്ടത്. എന്തായാലും ദൃശ്യം 3 വരും. ഒരുപാട് പേർ സിനിമയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട് എന്നായിരുന്നു മൂന്നാം ഭാഗത്തെക്കുറിച്ച് നേരത്തെ മോഹൻലാൽ പറഞ്ഞത്. ലോകത്തെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിയ 2 പതിപ്പുകൾക്ക് ശേഷം ദൃശ്യം 3 എത്തുന്നത്. ജിത്തു ജോസഫ് കഥയും തിരക്കഥയും സംവിധാനം നിർവഹിച്ച ദൃശ്യം 3 മലയാളത്തിലെ ആദ്യ 50 കോടി ചിത്രമായിരുന്നു. 2013 ഡിസംബർ 19 പുറത്തിറങ്ങിയ ദൃശ്യം അന്നുവരെ എല്ലാ റെക്കോർഡുകളും തകർത്തെറിഞ്ഞു. 2021 പുറത്തിറങ്ങിയ രണ്ടാം പതിപ്പും ബോക്സ് ഓഫീസിൽ തരംഗമായിരുന്നു.